നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും കേരളത്തിലെ മാധ്യമപ്രവർത്തകരും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്ക് രാഷ്ട്രീയവും ശൈലിപരവുമായ പല കാരണങ്ങളുണ്ട്. മാധ്യമങ്ങളുടെ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളും ഇടതുവിരുദ്ധ നിലപാടുകളുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം ആരോപിക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റവും ചോദ്യങ്ങളോടുള്ള അസഹിഷ്ണുതയുമാണ് പ്രധാന പ്രശ്നമെന്ന് മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോഴിതാ വീണ്ടും പുതിയ പ്രശ്നം. മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദ്ദേഹത്തെ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയുമെന്നും ഇവിടെ ഈ വടിയും പിടിച്ച് നിൽക്കേണ്ടതില്ല എന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത്. ദില്ലിയിലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് കേരള ഹൗസിൽ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. സാധാരണ പോലെ അവിടെ മാധ്യമങ്ങളൊക്കെ കൂടിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കോലും പിടിച്ച് അല്ലെങ്കിൽ ഈ വടിയും പിടിച്ച് ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല എന്നാണ്. മാത്രമല്ല, അദ്ദേഹം കാറിൽ കയറി പുറപ്പെടാൻ നിന്നപ്പോഴും വാതിലടയ്ക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. മാധ്യമങ്ങൾ അവിടെ കൂടി നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം അവരെ രൂക്ഷമായി തന്നെ അവരോട് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ന്യൂസ് വേണമെന്ന് വെച്ച് എനിക്ക് വാതിലടയ്ക്കേണ്ടേ എന്നുമാണ് അദ്ദേഹം കാറിൽ കയറുമ്പോൾ ചോദിച്ചത്. അവരെ രൂക്ഷമായി കുറച്ച് നിമിഷം നോക്കുകയും ചെയ്തു. ഇതിനു ശേഷമാണ് അദ്ദേഹം കാറിൽ കയറി പോയത്. അതായത് ഒന്നും തന്നെ അദ്ദേഹത്തിന് പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ദേഷ്യം മൊത്തം അദ്ദേഹം അവിടെ തീർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് അപ്പോൾ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ വേണം കരുതാം. ഇന്ന് രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരടക്കം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം വയനാട് സംഭവിച്ച ദുരന്ത സ്ഥലത്ത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ തത്സമയം അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മാധ്യമങ്ങളൊന്നും തന്നെ അത് കാര്യമായിട്ട് കവർ ചെയ്തില്ല എന്നുള്ളത് വേണം പറയാൻ. ഏകദേശം 52 മിനിറ്റോളമാണ് അദ്ദേഹത്തിൻ്റെ തത്സമയം അദ്ദേഹം സംസാരിച്ചത്. ഈ സമയത്ത് കൈരളി ചാനൽ മാത്രമാണ് അത് മുഴുവനായിട്ട് പങ്കുവച്ചത്. മറ്റുള്ള ചാനലുകളൊന്നും മുൻദിന മാധ്യമങ്ങളൊന്നും തന്നെ ഒരു മിനിറ്റ് പോലും അദ്ദേഹത്തിൻ്റെ തത്സമയ സംരക്ഷണം നടത്തിയില്ല എന്നുള്ളതാണ്. പിന്നെ വളരെ കുറച്ച് ചാനലുകൾ മാത്രം 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രം കൊടുത്തു. അല്ലാതെ ഈ 52 മിനിറ്റോളം അദ്ദേഹം പറഞ്ഞതൊന്നും തന്നെ മാധ്യമങ്ങളിലൂടെ കാണിച്ചില്ല എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ അതിലുള്ള ദേഷ്യമാണോ എന്നും അറിയില്ല. മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹവും മാധ്യമങ്ങളും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയങ്ങളും സംഭവങ്ങളും ഒരുപാടുണ്ടായിട്ടുണ്ട്. മുമ്പ് കടക്ക് പുറത്ത് വിവാദം, അതിപ്പോഴും പലരും തമാശയ്ക്കും കാര്യമായിട്ട് പല കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണ്. 2017 തിരുവനന്തപുരത്ത് നിന്ന് BJP RSS നേതാക്കളുമായി നടത്തിയ സമാധാന ചർച്ച ചിത്രീകരിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പരസ്യമായി ക്ഷുഭിതനാവുകയും കടക്ക് പുറത്ത് എന്ന് ആക്രോശിക്കുകയും ചെയ്തത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. 2026 തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ വാർത്താ സമ്മേളനങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ചതിനെ തുടർന്ന് മാധ്യമങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. തനിക്ക് താല്പര്യമുള്ള മാധ്യമങ്ങൾക്ക് മാത്രമേ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകുന്നുള്ളൂ എന്ന് മാധ്യമപ്രവർത്തകർ ആരോപിച്ചിരുന്നു. മാധ്യമങ്ങൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇടതുപക്ഷത്തെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നു എന്നതാണ് പിണറായി വിജയന്റെ പ്രധാന വിമർശനം. എന്നാൽ വസ്തുതകൾ മറച്ചുവെച്ച് വികലമായ വാർത്തകൾ നൽകുന്നത് രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് തന്നെ ഭീഷണിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും മറ്റും അഴിമതി ആരോപണങ്ങളിലും മാധ്യമങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പ്രചാരണം നടത്തുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ചില മുൻനിര മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ് വിവാദം 2023 ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്ത വ്യാജമാണെന്ന പരാതിയിൽ ഏഷ്യാനെറ്റ് ഓഫീസിൽ പോലീസ് പരിശോധന നടത്തുകയും SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തതും മാധ്യമവേട്ടയായി KUWJ ഉൾപ്പെടെയുള്ള സംഘടനകൾ അപലപിച്ചു. പ്രമുഖ മാധ്യമ പ്രവർത്തകരെ പല കേസുകളിലും പ്രതി ചേർത്തതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും സർക്കാരും മാധ്യമങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചു. മാധ്യമങ്ങളുമായി നേരിട്ട് സംസാരിക്കുന്നതിന് പകരം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മാത്രം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്ന രീതിയും അഭിമുഖങ്ങൾക്കായി പ്രത്യേക PR ഏജൻസികളുടെ സഹായം തേടുന്നു എന്ന ആരോപണവും മാധ്യമ പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ വാർത്തകളുടെ വിശ്വാസ്യതയെയും രാഷ്ട്രീയ പക്ഷപാതിത്വത്തെയും ചൊല്ലിയുള്ള കടുത്ത തർക്കങ്ങളാണ് പിണറായി വിജയനും മാധ്യമ പ്രവർത്തകരും തമ്മിൽ തുടരുന്നത്. അതേസമയം തന്നെ ഇന്ന്
അദ്ദേഹം ഡൽഹിയിലെത്തിയപ്പോഴൊക്കെ തന്നെ പ്രധാനമായിട്ടും മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ളത് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ CPM-ലെ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. അതിൽ പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. പിണറായിയുടെ അതൃപ്തിയിലും EP ജയരാജനും KK ശൈലജയും PK ശ്രീമതിയും നിലപാടിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. അതിനിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന് പിന്തുണ ആവർത്തിച്ച് MV ഗോവിന്ദൻ രംഗത്തെത്തി. ഇന്ന് AK ബാലനും തോമസ് ഐസക്കും രാഗേഷിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇത്തരം വിഷയങ്ങൾ നിലനിൽക്കെയാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പ്രതികരിച്ചത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ CPM-ൽ രണ്ടഭിപ്രായമില്ലെന്ന് മുതിർന്ന CPM നേതാവ് AK ബാലൻ. വിഷയത്തിൽ EP ജയരാജൻ എന്തു പറഞ്ഞു എന്ന് അറിഞ്ഞില്ലെന്നും ദിവ്യ സൈരെ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ദുരൂഹതയുണ്ട്. ദിവ്യയെ മാറ്റിയത് അദാനിക്ക് വേണ്ടിയാണ്. VD സതീഷിന്റെ ബംഗളൂരു യാത്ര ഇതുമായി കൂട്ടി വായിക്കണം. KK ശൈലജയും PK ശ്രീമതിയും മറിച്ചൊരു അഭിപ്രായം പറഞ്ഞത് തിരുത്തിയിട്ടുണ്ട്. പാർട്ടി വിരുദ്ധമായി അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തും. പിണറായിക്കെതിരെ ഒരു പടയൊരുക്കൂ പാർട്ടിയിലില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് നടക്കാനും പോകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട CPM-ലെ പുതിയ അഭിപ്രായ ഭിന്നതയ്ക്ക് പിന്നാലെ CPM നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ദില്ലിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിൽ തന്നെ തുടരുകയാണ് EP ജയരാജൻ. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പങ്കെടുക്കാൻ സാധിക്കില്ലെന്നാണ് EP അറിയിച്ചതെന്നാണ് വിവരം. അതിനിടെ ആയുർവേദ ചികിത്സ ചൂണ്ടിക്കാട്ടി അവധിക്ക് അപേക്ഷിച്ചെന്നും സൂചനയുണ്ട്. നിലവിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. യോഗത്തിൽ പങ്കെടുക്കാനായി CPM നേതാക്കൾ എല്ലാവരും ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ EP-യെ തള്ളുന്ന നിലപാടാണ് ഭൂരിഭാഗം പേരും സ്വീകരിച്ചിരിക്കുന്നത്.